ഹലോ നമസ്കാരം, ഞാൻ മിനി. വെൽക്കം ടു മിനിസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ കൊഞ്ച് എങ്ങനെ തീയൽ ഉണ്ടാക്കാമെന്നാണ്. നിങ്ങൾ കൊഞ്ച് തീയലൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ കൊഞ്ച് ഉലർത്തി നേരത്തെ ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർക്ക് ഐ ബട്ടൺ ഇട്ടേക്കാം, നിങ്ങൾ നോക്കണം അതൊന്ന്. അതുപോലെ നമുക്ക് ഇനി എങ്ങനെയാണ് കൊഞ്ച് തീയൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നമ്മൾ കിച്ചണിലോട്ട് പോയാലോ. കൊഞ്ച് വറുത്തരച്ച് കറി വയ്ക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: കൊഞ്ച്, തേങ്ങാക്കൊത്ത്, ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 2 കഷ്ണം വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി. ആ തേങ്ങയുടെ കൂടെ ഇട്ട് വറക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു സ്വല്പം പുളി, ചെറിയ ഉള്ളി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, കടുക് വറുക്കുന്നതിന് ആവശ്യമായ എണ്ണ. ഇത്രയാണ് കൊഞ്ച് വറുത്തരച്ച് കറി വയ്ക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ. ആദ്യം തന്നെ നമ്മൾ തേങ്ങ വറക്കണം. അതിലേക്ക് 2 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും കൂടി ഇടുക. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് തേങ്ങ നല്ലതുപോലെ വറുത്തെടുക്കണം. നമുക്ക് തേങ്ങ വറക്കാം. നമ്മുടെ തേങ്ങ ഫ്രൈ ആയിട്ടുണ്ട്. ഒരു ചെറിയ മുറി തേങ്ങയാണ് ഞാൻ എടുത്തത്. അതിലോട്ട് ആവശ്യത്തിന് മുളക്, ആവശ്യത്തിന് മല്ലി, കുരുമുളകും കൂടി ചേർക്കാം. അതിനെ ഞാൻ മാറ്റിയിട്ട് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റാം. ഇത് നമ്മളിനി മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കണം. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വഴറ്റാം. ഇതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി അതിലോട്ട് തേങ്ങ കൊത്തിടുക. അതിന് ശേഷം കടുക് ഇട്ടാൽ മതി. ഇല്ല, കടുക് ഇടുന്ന കരിഞ്ഞു പോകും ആദ്യമേ തന്നെ ഇട്ടാൽ. അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഉള്ളി, ഇഞ്ചി, ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ സവാള ചേർത്താലും മതി, അല്ലെങ്കിൽ രണ്ടും സമയം എടുത്താലും മതി. സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി അതിനകത്തിടുക. നല്ലതുപോലെ വഴറ്റണം. എരിവൊക്കെ അവനതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഇടാം, കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ തേങ്ങ വറക്കുമ്പോൾ അത് തേങ്ങ തിരിങ്ങിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് നമ്മൾ വറക്കുകയാണെങ്കിൽ എല്ലാം ഒരേപോലെ ഫ്രൈ ആയി കിട്ടും. നമ്മൾ കൂടുതൽ തേങ്ങയൊക്കെ വറക്കുമ്പോൾ ചമ്മന്തി പൊടിക്കാനൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം. മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം അങ്ങനെ ചെയ്താൽ എല്ലാം ഒരേപോലെ ഫ്രൈ ആയി കിട്ടും. അല്ലെങ്കിൽ ചിലതാണെങ്കിൽ വലുതായിട്ട് കിടക്കും, ചിലത് ചെറുതായിട്ട് കിടക്കും, ചെറുതെല്ലാം അങ്ങ് മൂക്കും, വലുതെല്ലാം പച്ചയായിട്ട് കിടക്കും. അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ തേങ്ങ തിരുമുമ്പോൾ തന്നെ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ എല്ലാം ഒരേപോലെ. ഇനി ഇതിലോട്ട് തക്കാളി ഇടുക. തക്കാളി കൊണ്ട് തന്നെ പുളി കാണും. പുളി കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു പുളി ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് വെച്ചത്. അത് ലാസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഇട്ടാൽ മതി. കുടംപുളിയുടെ ഒരു കഷ്ണമോ അല്ലെങ്കിൽ വാളംപുളിയുടെ ഒരു സ്വല്പമോ ചേർക്കാം, പുളി കുറവാണെങ്കിൽ. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാം ഒന്ന് വഴറ്റിയിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് കൊഞ്ചിട്ടൊന്ന് വഴറ്റണം. ഇതിലോട്ട് ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് വഴറ്റണം. അത് നിങ്ങൾക്ക് ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. കൊഞ്ചിനകത്തിട്ട് ഉരുളക്കിഴങ്ങ് എല്ലാം രസമാണ്. ചിലർ പച്ചക്കായ ഇടാറുണ്ട്. നല്ലതുപോലെ എല്ലാം ഒന്ന് വാടണം. കൊഞ്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണം. നമ്മൾ കൊഞ്ച് നല്ല ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലേ അതിൻ്റെ മുതുകത്തൊരു അഴുക്കുണ്ട്. ഇങ്ങനെ നമ്മൾ അതിൻ്റെ മുതുക ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊരു നൂല് പോലുള്ളൊരു അഴുക്ക് കാണും, ഒരു നാരുമാതിരി ഒരു സാധനം. അതിന് നമ്മളിങ്ങനെ വലിച്ച് എടുക്കണം. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണം. നല്ല ഉപ്പിട്ട് തേച്ച് കഴുകിയൊക്കെ എടുക്കണം. അപ്പോൾ നമുക്ക് ഈ കൊഞ്ചും കൂടെ ഇതിനകത്തോട്ട് ഇടാം. കൊഞ്ചും എല്ലാം ഇട്ടൊന്ന് വഴറ്റും. അപ്പോൾ എല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്നുകൂടെ വഴറ്റുക. അതിലോട്ട് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഇത് നമ്മൾ ആവശ്യത്തിന് മുളകും മല്ലിയും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒഴിക്കും.
ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. എണ്ണ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണെന്ന് വെച്ചാൽ അത് തന്നെ ഉപയോഗിക്കുക. വെളിച്ചെണ്ണ ഒരു ടേസ്റ്റ്. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് അപ്പം നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ചേർക്കാം. പുളിയൊക്കെ ഉണ്ട്, ഒരു തക്കാളിയുടെ ആവശ്യമേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം പുളി ചേർക്കാം. ഈ കൊഞ്ചുകറി വെച്ചാൽ പിന്നെ വേറെ ഒരു കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നല്ല സൂപ്പർ കറിയാണിത്. കൊഞ്ച് എങ്ങനെ വെച്ചാലും നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് വെച്ചാൽ നമുക്ക് വേറെ ഒഴിച്ചുകറിയോ വേറെ ഒന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് തീ കൂട്ടിയിടാം. തീ കൂട്ടിയിട്ട് തിളച്ചതിന് ശേഷം അതിന് സിമ്മിലോട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ കൊഞ്ച് തീയൽ റെഡി ആയിട്ടുണ്ട്. കൊഞ്ച് വറുത്തരച്ചത് നല്ല സൂപ്പർ കറിയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം തന്നെ ചോറ് കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ നമ്മുടെ അടിപൊളി കൊഞ്ച് തീയൽ റെഡി ആയിട്ടുണ്ട്. ഈ കൊഞ്ച് തീയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മണം കേൾക്കുമ്പോഴേ നമുക്കങ്ങ് ചോറ് കഴിക്കാൻ തോന്നും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൃഷി വീഡിയോസും റെസിപ്പീസും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.